ഇറാഖിലും സിറിയയിലും ഇസ്ലാമിക ഖിലാഫത്ത് പ്രഖ്യാപിച്ച് രംഗത്തുവന്ന ഐസിസ് എന്ന സംഘം തീവ്രവാദികളും സമുദായത്തിന് അത്യന്തം അപകടകരവുമായ വിഭാഗമാണെന്ന് ബഹ്റൈനിലെ ഇസ്ലാമികകാര്യ ഹൈക്കൗൺസിൽ ഇറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. മതത്തിന്റെ പേരിൽ നിരപരാധികളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന രീതിയാണ് ഇവർ കൈക്കൊള്ളുന്നത്. ഐസിസും സമാന സംഘടനകളും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരും ഇസ്ലാമിന്റെ പേരിൽ നിയമസംഹിതയ്ക്കും മനുഷ്യത്വത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരുമാണെന്ന് കൗൺസിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. മക്കയിലെ മസ്ജിദുൽ ഹറമിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ നിർമ്മാണ ജോലികളും സെപ്റ്റംബർ പകുതിയോടെ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ഇരുഹറം കാര്യാലയം അറിയിച്ചു. ഹജ്ജ് സീസണായതിനാൽ തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യമൊരുക്കാനാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നത്. മത്താഫ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം മുഴുവൻ ജോലികളും ഹജ്ജിന് ശേഷമാണ് പുനരാരംഭിക്കുക. നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി തുറന്നുകൊടുക്കും. പൗരത്വ രേഖ ശരിയാക്കൽ കാലതാമസം വരുത്തരുതെന്ന് ബഹ്റൈനിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് അംബാസഡർ കെ മോഹൻകുമാറിന്റെ നിർദ്ദേശം. LMRA വെബ്സൈറ്റിൽ ശരിയായ മൊബൈൽ നമ്പറുകൾ നൽകുമെന്നും ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ഓപ്പൺ ഹൗസിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യക്കാർക്ക് ബഹ്റൈനിൽ ജനിക്കുന്ന കുട്ടികളുടെ പൗരത്വരേഖ ശരിയാക്കാൻ ജനനം നടന്ന് 1 വർഷത്തിനകം എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് അംബാസഡർ ഡോക്ടർ കെ മോഹൻകുമാർ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ഓപ്പൺ ഹൗസിൽ നിർദ്ദേശിച്ചത്. എംബസിക്ക് പൗരത്വം നൽകാൻ അധികാരമില്ലെന്നും ബഹ്റൈനിലെ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ജനന സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തിയതിനു ശേഷം പാസ്പോർട്ട് അനുവദിക്കാൻ മാത്രമേ സാധ്യമാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ജനനം നടന്ന് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ബന്ധപ്പെട്ട രേഖകൾക്കായി എംബസിയെ സമീപിച്ചാൽ നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ ഉടലെടുക്കുമെന്നും അംബാസഡർ വ്യക്തമാക്കി. ഇന്ത്യൻ പൗരന്മാർ തങ്ങളുടെ മൊബൈൽ നമ്പറുകൾ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. വെബ്സൈറ്റിൽ നൽകപ്പെട്ട ഫോൺ നമ്പറിലാണ് LMRA സന്ദേശങ്ങൾ അറിയിക്കുന്നത്. തെറ്റായ ഫോൺ നമ്പർ നൽകിയാൽ അത്തരം അറിയിപ്പുകൾ ലഭ്യമാകില്ല. നമ്പർ മാറ്റുമ്പോൾ വെബ്സൈറ്റിൽ അത് പുതുക്കാൻ സാധിക്കാത്ത കമ്പ്യൂട്ടർ സാക്ഷരതയില്ലാത്തവരെ ICRF മുഖേന ബോധവൽക്കരിക്കുമെന്നും അംബാസഡർ പറഞ്ഞു. മീഡിയ 1 ബഹ്റൈൻ. എബോള ബാധിത രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കുള്ള വിസ നിരോധം തുടരുമെന്നും ഖത്തർ ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ദോഹയിലെ ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ എബോള ബാധിതരെ കണ്ടെത്താനായി സ്ഥാപിച്ച ക്യാമറയിൽ ഇതുവരെ ഒരു കേസും കണ്ടെത്താനായിട്ടില്ലെന്നും സുപ്രീം കൗൺസിൽ ഫോർ ഹെൽത്ത് അധികൃതർ അറിയിച്ചു. റിയാദിൽ റോഡ് മുറിച്ചു കടക്കവേ കാറിടിച്ച് മലയാളി മരിച്ചു. കൊല്ലം കടക്കൽ കാരിച്ചിറ സ്വദേശി റിൻഷാദാണ് മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 2-ന് എക്സിറ്റ് 8 ഹൈവേയിലായിരുന്നു അപകടം. ഹോട്ടലിൽ വെയിറ്ററായി ജോലി ചെയ്യുന്ന ഇദ്ദേഹം രാത്രിയിൽ ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം നടന്നത്. മൃതദേഹം അബാനമി ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഖത്തറിലെ ലേബർ ക്യാമ്പുകളിലെയും വിദ്യാലയങ്ങളിലെയും ക്യാൻറ്റീനുകൾ പരിശോധന ശക്തമാകുന്നു. സുപ്രീം കൗൺസിൽ ഫോർ ഹെൽത്തിന്റെ മേൽനോട്ടത്തിലാണ് പരിശോധന നടക്കുന്നത്. ലേബർ ക്യാമ്പുകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും അംഗീകാരമുള്ള കാറ്ററിംഗ് കമ്പനികൾ മാത്രമാണ് സ്കൂളുകളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്താനുമാണ് പരിശോധന നടത്തുന്നത്. കേടായ ടയറുമായി യാത്ര ചെയ്യുന്ന വാഹന ഡ്രൈവർമാർക്ക് 200 ദിർഹം പിഴ ചുമത്തുമെന്ന് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകി. 7 ദിവസത്തേക്ക് വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യും. ഈ വർഷം ഇതുവരെ 8544 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ദുബായ് ട്രാഫിക് അറിയിച്ചു. മോശം ടയറുകൾ ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് പോലീസ് ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തിവരുന്നുണ്ട്. അപ്പോളോ ടയർ കമ്പനിയുമായി ചേർന്ന് ഓഗസ്റ്റിൽ 630 കാറുകളുടെ ടയർ പരിശോധിക്കുമെന്നും ലഘുലേഖകൾ വിതരണം ചെയ്യുമെന്നും അറിയിച്ചു. മികച്ച കമ്പനികളുടെ ടയറുകൾ ഉപയോഗിക്കുക, ടയറുകൾ ബാലൻസ് ചെയ്യുക, കൃത്യമായ ഇടവേളകളിൽ വായുമർദ്ദം പരിശോധിക്കുക, കേടായ ടയറുകൾ മാറ്റുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പോലീസ് നൽകുന്നത്. മോശം ടയറുകൾ പൊട്ടിയുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് ക്യാമ്പയിന് തുടക്കമിട്ടത്. അനുമതിയില്ലാതെ വില വർദ്ധിപ്പിച്ച 4 റെസ്റ്റോറൻറ്റുകൾക്കെതിരെ ഖത്തർ സാമ്പത്തിക വാണിജ്യ മന്ത്രാലയം നടപടി സ്വീകരിച്ചു. രാജ്യത്തെ പ്രമുഖ റെസ്റ്റോറൻറ്റുകളിൽ 4 മന്ത്രാലയത്തിൽ നിന്നും മുൻകൂട്ടി അനുമതി വാങ്ങാതെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പഴയ വില തന്നെ ഭക്ഷ്യവസ്തുക്കൾക്ക് വിൽക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. റെസ്റ്റോറൻറ്റുകളിലും കഫ്റ്റീരിയകളിലും ആരംഭിച്ച പരിശോധന ഖത്തറിൽ തുടരുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ 13ാമത് കുറ്റകൃത്യ വിരുദ്ധ സമ്മേളനം അടുത്ത വർഷം ദോഹയിൽ നടക്കും. സമ്മേളനത്തിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബീജിംഗിൽ നടന്നു. ഖത്തറും ചൈനയുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. ചൈനയിലെ ഖത്തർ അംബാസഡർ ഡോക്ടർ സുൽത്താൻ സാലി അൽ മൻസൂരി അടക്കമുള്ള പ്രമുഖരാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഒമാനിൽ ഇനി ചെമ്മീൻ്റെ കൊയ്ത്തുകാലം. സെപ്റ്റംബർ മുതൽ നവംബർ അവസാനം വരെയാണ് ഒമാൻ തീരത്ത് ചെമ്മീൻ പിടിക്കാനുള്ള അനുമതിയുള്ളത്. മറ്റു മാസങ്ങളിൽ ഇവയെ പിടികൂടുന്നത് കുറ്റകരമാണ്. രാജ്യത്തെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഒമാനിൽ ചെമ്മീൻ പിടിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സെപ്റ്റംബർ 1 മുതൽ 2 മാസം മാത്രമേ ചെമ്മീൻ പിടികൂടി വിപണിയിൽ എത്തിക്കാൻ പാടുള്ളൂ. മറ്റു മാസങ്ങൾ ചെമ്മീൻ്റെ പ്രജനന കാലമാണ്.
ഈ കാലയളവിൽ ഇവയ്ക്കായി വലവീശുന്നവർ പോലീസിന്റെ വലയിലാകും. കനത്ത പിഴയും തടവും അനുഭവിക്കേണ്ടി വരും. ഒമാനിലെ ഉസ്ത, തെക്കൻ ഷർഖിയ തീരങ്ങളിലാണ് കൂടുതൽ ചെമ്മീൻ ശേഖരമുള്ളത്. ഈ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നാളെ മുതൽ കൊയ്ത്തുകാലമാണ്. കഴിഞ്ഞ വർഷം 18 ലക്ഷം റിയാലിന്റെ ചെമ്മീനാണ് സീസണിൽ ലഭിച്ചത്. നിയന്ത്രണം നടപ്പാക്കിയതോടെ ഓരോ വർഷവും ചെമ്മീൻ ശേഖരം വർദ്ധിക്കുകയാണെന്ന് ഫിഷറീസ് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. മീഡിയ 1, മസ്കത്ത്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രവാസി സാംസ്കാരിക വേദി ദമാമിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. പ്രവാസി കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ മഹത്വവും പോരാട്ടങ്ങളുടെ നന്മയും പകർന്നു നൽകിയ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. നാടക നടൻ KPC അഷ്റഫ് മുഖ്യ പ്രഭാഷണം നടത്തി. സാജിദ് ആറാട്ടുപുഴ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ മഹത്വം പുനരവതരിപ്പിക്കുന്ന നിരവധി കലാപ്രകടനങ്ങളും നാടകങ്ങളും അരങ്ങേറി. കുട്ടികളുടെ വിവിധ കലാപരിപാടിയും അരങ്ങേറി. ഇന്ത്യൻ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എല്ലാവരും ഒത്തുചേർന്നുള്ള ശ്രമമാണ് വേണ്ടതെന്നും ഇക്കാര്യത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ അകമഴിഞ്ഞ സഹകരണത്തിന്റെ മുൻ അനുഭവങ്ങൾ തനിക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ടെന്നും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലർ ജനറൽ VS മുബാറക് പറഞ്ഞു. ജിദ്ദയിലെ ഇന്ത്യൻ സമൂഹം നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹജ്ജുമായി ബന്ധപ്പെട്ട തിരക്കുകൾ അവസാനിച്ചാൽ ഇന്ത്യൻ സമൂഹത്തിന്റെ വിവിധ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നും CG പറഞ്ഞു. സിയാൻ അദ്വി അധ്യക്ഷത വഹിച്ചു. VK റൌഫ്, മജീദ് നഹ, PT മുഹമ്മദ് തുടങ്ങിയ നിരവധി പേർ സംസാരിച്ചു. മസ്കത്ത് നഗരത്തിൽ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ വീട്ടുവാടക കുത്തനെ വർദ്ധിപ്പിക്കുന്നതായി പരാതി. വർഷത്തിൽ 15% കൂടുതൽ വാടക വർദ്ധിപ്പിക്കരുതെന്ന മുനിസിപ്പാലിറ്റി നിർദ്ദേശം മറികടന്നാണ് ഏജൻസികളുടെ കഴുത്തറപ്പൻ നടപടി. ഉടമകളിൽ നിന്ന് കെട്ടിടം പാട്ടത്തിനെടുത്ത റിയൽ എസ്റ്റേറ്റ് ഏജൻസികളാണ് വാടക വർദ്ധിപ്പിക്കുന്നത്. 20 മുതൽ 30% വരെ അധിക വാടക നൽകാൻ തയ്യാറല്ലെങ്കിൽ കെട്ടിടം ഒഴിയണമെന്നാവശ്യപ്പെട്ട് താമസക്കാർക്ക് നോട്ടീസ് ലഭിച്ചു. നിലവിലുള്ളവർ ഒഴിഞ്ഞാൽ കൂടുതൽ വാടക നൽകുന്നവരെ കൊണ്ടുവരാമെന്ന റിയൽ എസ്റ്റേറ്റ് ഏജൻസികളുടെ ഉറപ്പിലാണ് താമസക്കാരെ ഒഴിപ്പിക്കുന്നത്. ഉയർന്ന വാടക നൽകാൻ കഴിയാത്തതിനാൽ കുടുംബത്തെ നാട്ടിലയച്ച് ഷെയറിംഗ് അക്കോമഡേഷനിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് പ്രവാസികൾ. മസ്കറ്റിലെ ഒരു ഫ്ലാറ്റിന് 450 റിയാൽ ആണ് നിലവിലൊരു 2 ബെഡ്റൂം ഫ്ലാറ്റിന് വാടക ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് 30%, 20 മുതൽ 30% വരെ വർധനവ് അതിനകത്ത് വരുമ്പോൾ ഒരു ആവറേജ് 120-130 റിയാൽ അധികം ഒരു മാസം ഒരു കുടുംബമായി താമസിക്കുന്ന ഒരു പ്രവാസി കണ്ടെത്തേണ്ട അവസ്ഥയുണ്ട്. ഇതൊരു സാധാരണക്കാരനെ പ്രവാസിക്ക് അവൻ്റെ കുടുംബ ബജറ്റിനെ എല്ലാ അർത്ഥത്തിലും താളം തെറ്റിക്കുന്ന ഒരു അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത്. വർഷം 15% കൂടുതൽ വീട്ടുവാടക വർദ്ധിപ്പിക്കരുതെന്ന മസ്കത്ത് മുനിസിപ്പാലിറ്റിയുടെ നിയമം നിലനിൽക്കുമ്പോഴാണ് 30%-ഓളം വർധന ഒറ്റയടിക്ക് നടപ്പാക്കുന്നത്. വാടക കരാർ രജിസ്റ്റർ ചെയ്യുമ്പോൾ വർധന മുനിസിപ്പാലിറ്റി ശ്രദ്ധിക്കാതെ പോകുന്നു എന്നാണ് മറ്റൊരു പരാതി. എന്നാൽ നിയമം ലംഘിച്ച് വാടക വർദ്ധിപ്പിച്ചാൽ അക്കാര്യം രേഖാമൂലം പരാതി നൽകണമെന്ന് മുനിസിപ്പാലിറ്റി വിശദീകരിക്കുന്നു. നിരവധി കരാറുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനാൽ അവ സസൂക്ഷ്മം പരിശോധിക്കാൻ കഴിയില്ലെന്ന് അധികൃതർ പറയുന്നു. ഗൾഫിൽ താരതമ്യേന വാടക കുറഞ്ഞ രാജ്യമാണ് ഒമാൻ. ഇവിടെയും റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ പിടിമുറുക്കുന്നതോടെ സാധാരണക്കാരായ പ്രവാസികളാണ് ദുരിതത്തിലാകുന്നത്. ഷിനോഷ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. ഒമാനിലെ സലാലയിൽ നടക്കുന്ന മഴയുത്സവം കാണാൻ ആയിരങ്ങളാണ് എത്തുന്നത്. മികച്ച മഴ കൂടി ലഭിച്ചതോടെ മഴയുത്സവത്തെ ആഘോഷമാക്കുകയാണ് സന്ദർശകർ. ഖരീഫ് എന്നറിയപ്പെടുന്ന സലാലയിലെ മഴക്കാലം അവസാനത്തിലേക്ക്. കഴിഞ്ഞ കുറേ വർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച മഴയാണ് ഇപ്രാവശ്യം ലഭിച്ചത്. അതിനാൽ തന്നെ മലനിരകളും അനുബന്ധ പ്രദേശങ്ങളും കൂടുതൽ ഹരിതാപമായി തീർന്നു. നീരുറവുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞൊഴുകി. ചിലയിടങ്ങളിൽ അത് ചെറിയ വെള്ളച്ചാട്ടമായി മാറി. മണലാരണ്യം ചുട്ടുപൊള്ളുന്ന ഇക്കാലത്ത് കുളിരാർന്ന ഇവിടുത്തെ കാലാവസ്ഥ ആസ്വദിക്കാൻ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഒഴുകിയെത്തിയത്. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി മലയാളികളും എത്തി. ഞാൻ കണ്ടത് പ്രകൃതിയുടെ വിസ്മയങ്ങളാണ്. ഇത് എൻ്റെ പഴയ കേരളമാണെന്ന് തോന്നി. മഴയുത്സവത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന സലാല ടൂറിസം ഫെസ്റ്റിവൽ സെപ്റ്റംബർ ആദ്യവാരം അവസാനിക്കും. 2 മാസം നീണ്ടുനിന്ന മഴക്കാലം കേരളത്തോടേറെ സാമ്യതയുള്ള ഈ പ്രദേശത്തെ കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നു. സലാലയിലെ സീക്കിൽ നിന്നും ക്യാമറമാൻ അർഷദിനൊപ്പം KA സലാഹുദ്ദീൻ, മീഡിയ 1. ഐസ് ബക്കറ്റ് ചലഞ്ചിന്റെ പേരിൽ വെള്ളം പാഴാക്കി കളയുന്നതിനെതിരെ പ്രവാസിയുടെ പ്രതിഷേധം. തലയിലൊഴിച്ച് കളയുന്ന വെള്ളം ചെടികൾക്ക് നൽകാനാണ് കുവൈത്തിൽ താമസിക്കുന്ന കോഴിക്കോട് കല്ലായി സ്വദേശി ഷെരീഫ് ഫേസ്ബുക്ക് വീഡിയോയിലൂടെ വെല്ലുവിളി നടത്തുന്നത്. കുവൈത്തിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്പനിയായ സിറ്റി ബസിന്റെ സാൽമിയ ലേബർ ക്യാമ്പിലെ ക്യാമ്പ് സൂപ്പർവൈസറാണ് ഈ കോഴിക്കോടുകാരൻ. ഐസ് ബക്കറ്റ് ചാലഞ്ച് ഏറ്റെടുത്ത് തലയിലൂടെ വെള്ളം കോരി ഒഴിക്കുന്നതിനെതിരെ പ്രതിഷേധമായാണ് ഇദ്ദേഹം ബദൽ വെല്ലുവിളിയുമായി എത്തിയത്. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് തന്റെ താമസ സ്ഥലത്തെ ചെടികൾ നനച്ചുകൊണ്ട് ഈ 60കാരൻ നടത്തിയ വെല്ലുവിളി ഇതായിരുന്നു. ഐസ് ബക്കറ്റ് ചാലഞ്ച് എന്ന് പറഞ്ഞ്
ഇപ്പം നമ്മൾ മലയാളികളടക്കം കണ്ടമാനം വെള്ളം തലയിലൊഴിച്ച് ചെലവഴിക്കുകയാണ്. അത് ഒരു പക്ഷേ 2-3 ചെടികൾക്ക് നട്ട് വളർത്തി അതിനൊഴിച്ചാണെങ്കിൽ അത് വലിയൊരു ഭാവി ഒരു ഉപകാരമായിരുന്നു. നല്ലൊരു കലാകാരൻ കൂടിയാണ് ഷെരീഫ്. ഉപയോഗിച്ചു കളയുന്ന പാഴ്വസ്തുക്കൾ കൊണ്ട് മുറിയിൽ അലങ്കാരങ്ങൾ തീർക്കലാണ് പ്രധാന ഹോബി. കാലിക്കുപ്പി, കേടുവന്ന ബൾബ് ഹോൾഡർ, കടലാസ് തുടങ്ങി ഒരു വസ്തുവും വെറുതെ കളയാൻ ഈ പ്രവാസിക്ക് മനസ്സുവരില്ല. പ്രകൃതിയെ ഏറെ സ്നേഹിക്കുന്നതുകൊണ്ടാകും വള്ളിപ്പടർപ്പുകളും അക്വേറിയങ്ങളും കൊണ്ട് സമ്പന്നം കൂടിയാണ് ഇദ്ദേഹത്തിന്റെ മുറി. കുവൈത്തിലെ സിറ്റി ബസ് ക്യാമ്പിൽ നിന്നും ക്യാമറ പേഴ്സൺ നിസാർ കെ റഷീദിനൊപ്പം മുനീർ അഹമ്മദ്.